ചെയ്യാൻ പോകുന്നത് ക്ലിപ്പർ. ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നത് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. പോസിറ്റീവ് ക്ലിപ്പർ ചെയ്യുന്നതിന് ഫസ്റ്റ് ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെസിസ്റ്ററിന്റെ നേരെ വെക്കുക. അതിനുശേഷം ഇൻപുട്ട് വയറും ചാനൽ 1 വയറും ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ചാനൽ 2ന്റെ വയർ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ബാക്കി വരുന്ന ബ്ലാക്ക് വയേഴ്സ് എല്ലാം റെസിസ്റ്ററിന്റെ ഒരു സൈഡിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് CROയിൽ കാണാം പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുന്നത്. ഇതാണ് പോസിറ്റീവ് ക്ലിപ്പർ. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ക്ലിപ്പർ. സോ ഇത് ചെയ്യാനായിട്ട് ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് റെസിസ്റ്ററിന്റെ നേരെ കണക്ട് ചെയ്യുക. ബാക്കി എല്ലാ കണക്ഷൻസും പോസിറ്റീവ് ക്ലിപ്പറിൽ ചെയ്ത പോലെ തന്നെ സെയിം ആണ്. ചാനൽ 2ന്റെ വയർ ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ ചാനൽ 1ന്റെയും ഇൻപുട്ടിന്റെയും വയേഴ്സ് ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് CROയിൽ നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്തു പോയിരിക്കുന്നതായി കാണാം. ഇതിനെയാണ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ ആണ്. ഇതിനായി ഒരു പവർ സപ്ലൈ ആവശ്യമാണ്. പവർ സപ്ലൈയുടെ നെഗറ്റീവിലും പോസിറ്റീവിലും 2 വയേഴ്സ് കണക്ട് ചെയ്ത് ഇടുക. ഇനി ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് റെസിസ്റ്ററിന്റെ നേരെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. ഇനി ചാനൽ 2ന്റെ വയർ ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. അടുത്തതായി ചാനൽ 1ന്റെ വയറും ഇൻപുട്ടിന്റെ വയറും ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് പവർ സപ്ലൈയുടെ നെഗറ്റീവ് സൈഡിൽ നിന്നും ഒരു കണക്ഷൻ വയർ എടുത്ത് റെസിസ്റ്ററിന്റെ നേരെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ നിന്നും ഒരു വയർ എടുത്ത് ബ്ലാക്ക് വയേഴ്സ് എല്ലാം അതിൽ കണക്ട് ചെയ്യുക. ഇപ്പോൾ നെഗറ്റീവ് സൈഡ് കുറച്ച് താഴ്ന്ന് ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുന്നതായി കാണാം. ഇതാണ് നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. അടുത്തതായി ചെയ്യുന്നത് പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ് ആണ്. ഇനി ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് റെസിസ്റ്ററിന് നേരെ കണക്ട് ചെയ്യുക. അതിനുശേഷം ചാനൽ 2 വയർ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ 1ന്റെ വയറും ഇൻപുട്ട് വയറും ഡയോഡിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ഇനി പവർ സപ്ലൈയുടെ നെഗറ്റീവ് വയറിലേക്ക് കൊടുത്തിരിക്കുന്ന കണക്ഷൻ വയർ എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് വയേഴ്സ് എല്ലാം അതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം പവർ സപ്ലൈയുടെ പോസിറ്റീവിൽ കൊടുത്തിരിക്കുന്ന കണക്ഷൻ വയർ എടുത്ത് റെസിസ്റ്ററിന്റെ നേരെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ പോസിറ്റീവ് സൈഡ് കുറച്ച് കയറി ക്ലിപ്പ് ചെയ്ത് പോയിരിക്കുന്നതായി കാണാം. ഇതാണ് പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. സോ ഇപ്പോൾ ചെയ്തതെല്ലാം ഒരു ട്രേസിംഗ് ഷീറ്റിലേക്ക് CROയിൽ നിന്നും ട്രേസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന്റെ വാല്യൂസും CROയിൽ നിന്ന് നോട്ട് ചെയ്യുക.